ബംഗാളിൽ എന്ത് സംഭവിക്കുന്നു? ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഇവ. കാരണം തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും ഇന്ത്യ മുന്നണിയിലാണ്. അവർ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ മത്സരിക്കുന്നില്ല എങ്കിൽ പോലും ഇന്ത്യ മുന്നണിയിലാണ്. അതേസമയം മഹാവികാസ് അഗാഡി മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നിലവിൽ BJP സഖ്യത്തെ തോൽപ്പിക്കാൻ തന്നെ പര്യാപ്തമായ വിധത്തിൽ ശക്തമാണ്. അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് ശക്തിയുള്ള രണ്ട് സംസ്ഥാനങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ TMC തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ ആ രീതിയിൽ ഇല്ല. പക്ഷേ ഏറ്റവും ശക്തമായ നിലയിൽ ഇന്ത്യ മുന്നണി ശക്തമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര, മറ്റൊന്ന് ബീഹാറുമാണ്. നമുക്ക് പെട്ടെന്ന് സീറ്റ് ടാലിയിലേക്ക് ഒന്ന് പോകാം. ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? പശ്ചിമ ബംഗാളിൽ നിന്നുള്ള വാർത്തകൾ എന്താണ്? പശ്ചിമ ബംഗാളിൽ 17 മുതൽ 24 വരെ സീറ്റുകൾ NDA നേടാം. ഇന്ത്യ മുന്നണി 17 മുതൽ 24 വരെ സീറ്റുകൾ ഒപ്പത്തിനൊപ്പം എന്ന് പറയാം. കഴിഞ്ഞ തവണ 18 സീറ്റ് BJP നേടിയ സംസ്ഥാനമാണ് ബംഗാൾ. ഇത്തവണ സന്ദേശ് ഖലിയുടെ പശ്ചാത്തലത്തിൽ, ഭരണവിരുദ്ധ വികാരത്തിന്റെ പശ്ചാത്തലത്തിൽ BJP ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയേക്കാം എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. CAA വിജ്ഞാപനം ഏറ്റവും അവസാനം കൊണ്ടിറക്കുന്നതിൽ BJPയെ പ്രേരിപ്പിച്ച ഒരു ഘടകം ബംഗാളിലെ ചില വോട്ടുകൾ കൂടിയാണ്. ബംഗാളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതായിരുന്നു BJPയുടെ ലക്ഷ്യം. അത് ലക്ഷ്യം കാണുമോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച്. ഈ പ്രവചനം അനുസരിച്ചാണെങ്കിൽ NDAയും ഇന്ത്യ മുന്നണിയും ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. തീർച്ചയായും എന്തായാലും ബംഗാളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അവിടെ ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേ നൽകുന്ന ഫലസൂചന.